الحمد لله الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيمون إلا وزنا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ സകലമാന പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങളിലും ജയിലുകളിലും കഴിയുന്നവർക്ക് അല്ലാഹു മോചനവും പ്രയാസം ദൂരീകരിച്ച് നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടത്തിയിരുന്നത്. പരിശുദ്ധ റമളാനു ഷരീഫിന്റെ മുന്നോടിയായുള്ള റജബും ഷഅബാനുമൊക്കെ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. നാം റജബിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല രീതികളിലുള്ള മെയിൻ്റനൻസ് വർക്കുകളും പരിചയമുള്ളവരാണ് നാം. നമ്മുടെ വീടുകളിലെ പെയിന്റ് അടിച്ചാൽ 1-2-3 വർഷം കഴിയുമ്പോൾ വീടുകൾ റീപെയിന്റ് ചെയ്യാറുണ്ട് നാം. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുവാനായി അവൻ കനിഞ്ഞരുളിയ നമ്മുടെ ശരീരം, ആ ശരീരത്തിന്റെ എനർജിയായി അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ജീവൻ, അതിൻ്റെ ആത്മാവ്, ഇതൊക്കെ കൃത്യമായി പരിപാലിക്കുന്നതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ശരീരം, അതിൻ്റെ അവയവങ്ങൾ, അതിങ്ങനെ ജനിച്ച് അന്നു മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളിലെ പ്രായാധിക്യമാകുമ്പോഴുണ്ടാകുന്ന കുറവുകൾക്കപ്പുറം കൂടുതൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ അവയവങ്ങളിൽ കുറവുകളും ബലഹീനതകളും സംഭവിക്കാറുണ്ട്. പലപ്പോഴും നാം ചെക്കപ്പ് ചെയ്തിട്ട് ആ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വേരിയേഷൻ അനുസരിച്ച് അതിനാവശ്യമായ മരുന്നുകൾ നൽകി അതിൻ്റെ ഉത്തേജനം കൃത്യമാക്കി നിലനിർത്താറുണ്ട്. ചിലപ്പോഴൊക്കെ ചില അവയവങ്ങൾ പണിമുടക്കുമ്പോൾ അസുഖമാണ് എന്ന നിലയിൽ നാം ചികിത്സിച്ച് ആ അവയവങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാൻ
ആ അവയവങ്ങൾക്ക് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയിരിക്കുന്ന ആത്മാവിനെ വിശുദ്ധമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ആത്മാവ് എന്താണ്? ഈ ലോകത്ത് ഒട്ടനവധി ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ ജീവജാലങ്ങളൊക്കെ അവയെ സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണോ അതിൻ്റെ കൃത്യമായ ജീവിത പദ്ധതികൾ അന്ന് ആ ജീവികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തതനുസരിച്ച് ലോകാവസാനം വരെ അതിന്റെ തലമുറകൾ അത് പാലിച്ചുകൊണ്ടേ പോരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോഴി, പൂവൻ കോഴിയാണെങ്കിൽ അതിന് വെളുപ്പിനെ എഴുന്നേറ്റ് കൂകുന്ന ഒരു പണി, ഒരു ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോകാവസാനം വരെയുള്ള പൂവൻ കോഴികൾ നാടും ഭാഷയും ഏതുമാവട്ടെ അതങ്ങനെ കൂകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ജീവജാലങ്ങളെയും നാം പരിശോധിച്ചാൽ നമ്മൾ ധാരാളമായി കാണുന്ന കാക്കകൾ, ആ കാക്കകൾ അതിൻ്റെ ഇണ മുട്ടയിടാൻ സമയമായി കഴിഞ്ഞാൽ ആ രണ്ടിണകളും കൂടി അതിന് ആവശ്യമായ ഒരു കൂട് നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട് നിർമ്മാണം ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയത് കാക്കകൾ ഒരു മാറ്റവും വരുത്താതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യേതര ജീവജാലങ്ങൾക്ക് അങ്ങനെ അവരുടെ ജീവിത പദ്ധതിയിൽ മാറ്റം വരുത്താനുള്ള ഒരു യുക്തി, ഒരു ചിന്ത, ഒരു ബുദ്ധി അല്ലാഹു നൽകിയിട്ടില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുവാൻ ആവശ്യമായ ഇര തേടാനും ഭക്ഷണം കഴിക്കാനും ഇണയെ കണ്ടെത്താനും ഇണകളുമായി ഇണചേരാനും മലമൂത്ര വിസർജനം ചെയ്യാനും രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് വിശ്രമിക്കാനും അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ജീവിത ക്രമമുണ്ട്. ആ ജീവിത ക്രമത്തിൽ ലവലേശം മാറ്റം വരുത്താതെ ആ ജീവികൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വഴിപ്പെടലിന്റെ രീതിശാസ്ത്രം നിങ്ങൾക്കറിയുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്, അള്ളാഹുവിനെ ഏകപക്ഷീയമായി അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഏകപക്ഷീയമായി അനുസരിക്കുക എന്ന ഒരു പാറ്റേൺ അല്ല മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. മനുഷ്യൻ അവന്റെ ജീവിതത്തെ വിലയിരുത്താനും ചിന്തിക്കാനും നന്മ തിന്മകൾ ഏതാണെന്ന് വിവേചിച്ചറിയുവാനും ജീവിത ക്രമങ്ങളെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യൻ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യ ജീവിയും എന്ന നിലയിൽ ഈ ലോകത്ത് അവർ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യന് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയും സംവിധാനങ്ങൾ മറ്റ് ജീവജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിദത്തമായി നൽകിയിട്ടുണ്ട്. ഒരു തേനീച്ച തേനുണ്ടാക്കുന്നത് പോലെ ലോകാവസാനം വരെ ഒരു മനുഷ്യന് തേനുണ്ടാക്കാൻ സാധ്യമാവുകയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തേനീച്ച ഉണ്ടാക്കുന്ന തേൻ അത് കണ്ടെത്താനും അതിൽ നിന്ന് തേൻ വേർതിരിച്ചെടുക്കാനും ആ തേനീച്ചയെ കൊല്ലാതെ മറ്റൊരു കൂട്ടിലാക്കി വീണ്ടും തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബുദ്ധി മനുഷ്യരായ നമുക്ക് അല്ലാഹു നൽകി. ഇനി ഓരോ ജീവജാലങ്ങളെയും നാം പരിശോധിച്ചാൽ മതി. ചില ജീവികൾ പറക്കുന്നത് പോലെ പറക്കാൻ മനുഷ്യർക്ക് സാധിക്കയില്ല.
ചില ജീവികൾ കടലിലൂടെ ഊളിയിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. പക്ഷേ ആ ജീവികളെ പഠിച്ച് അതിന്റെ സൃഷ്ടിപ്പിന്റെ സംവിധാനം പഠിച്ച് എങ്ങനെയാണ് ആ പക്ഷികൾക്ക് പറക്കാനുള്ള സംവിധാനം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അതുപോലെ പറക്കാനുള്ള യന്ത്രം മനുഷ്യൻ കണ്ടെത്തി. ലോകാവസാനം വരെ ഈ പക്ഷികൾ ഒരിക്കലും മറ്റൊരു യന്ത്രം കണ്ടെത്തിയിട്ട് അതിൽ കയറി പറക്കുകയില്ല. കടലിന്റെ ആഴത്തിലൂടെ ഊളിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യം എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുകയും എങ്ങനെ ശ്വാസവായു നമുക്ക് ആവശ്യമായ ഓക്സിജൻ സംവിധാനിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം കടലിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ. ഇതാണ് മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഈ ഭൗതിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനും അത് ആസ്വദിച്ച് തിമർത്താടി ഈ ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ചത്തൊടുങ്ങാനും വേണ്ടിയല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ബുദ്ധിയും യുക്തിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് നിനക്ക് ആവശ്യമായ ജീവിത സംവിധാനങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതിനപ്പുറം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയിരിക്കുന്ന ഈ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ നാഥനെ ചുറ്റുവട്ടത്തും നിനക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന ഇതര ജീവജാലങ്ങളുടെ നാഥനെ അല്ല, ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും സംവിധായകനെ കണ്ടെത്തുകയും അവൻ നിനക്ക് നിശ്ചയിച്ച അനുസരണത്തിന്റെ പാതയിലൂടെ നീ സഞ്ചരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ പ്രവർത്തന പരിധി, അല്ലെങ്കിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് തന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനെ ഒന്ന് പിടിച്ചു നിർത്താൻ, ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങളെ, ചില ആഴ്ചകളെ, ചില മാസങ്ങളെ നമുക്കായി പ്രത്യേകമായി തന്നതാണ്. പരിശുദ്ധ റമദാൻ ഷരീഫ് അതിനു വേണ്ടി തന്നതാണ്. വർത്തമാനകാല സാഹചര്യങ്ങളെ, ഈ വർത്തമാനകാല സാഹചര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് വന്നിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ യുക്തിവാദത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫ്രീ തിങ്കേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വിവാഹത്തോടുള്ള ഒരുതരം താല്പര്യമില്ലായ്മയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെയൊക്കെ പിന്നിൽ ധാരാളം ദുഷിച്ച കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പലപ്പോഴും അതൊന്നും അറിയുന്നില്ല എന്നതാണ്. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു പടിയിറക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ ഹൃദയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ അന്തസ്സത്തയും അതിന്റെ സംസ്കാരവും കുടികൊള്ളുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. വെള്ളിയാഴ്ചയിലെ ഒരു 20 മിനിറ്റ് കിട്ടുന്ന ആ ക്ലാസ് പോലും, ആ പ്രസംഗം പോലും ലഭിക്കാത്ത പള്ളികൾ, ഇനി നൽകുന്ന പള്ളികളിൽ വരാത്ത ആളുകൾ, അങ്ങനെ നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ അതിലേക്ക് എത്താനുള്ള വൈമനസ്യം ഭൗതികമായ ലോകത്ത് ജീവിച്ച് 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 തീരാത്ത ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ അവസാനിക്കാതെ മരിച്ചു പോവാണ് നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ബോർഡ് എടുത്തിട്ട് ഒരു ചതുരം വരച്ചു. എന്നിട്ട് ആ ചതുരത്തിന്റെ ഉള്ളിൽ കുറെ വരകൾ വരച്ചു. എന്നിട്ട് ആ ചതുരത്തിന് പുറത്തേക്കൊരു വരയും വരച്ചു.
സഹാബാക്കൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഈ വരച്ചു വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചതുരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആയുസ്സാണ്. ആ ചതുരത്തിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ ആയുസ്. ആ ചതുരത്തിന്റെ പുറത്തേക്ക് നിങ്ങൾക്കൊരായുസ്സും ഉണ്ടാവുകയില്ല. ആ ചതുരത്തിന്റെ ഉള്ളിൽ കാണുന്ന വരകളാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന നന്മകളും തിന്മകളും. ഒരു വര പുറത്തേക്ക് കിടപ്പുണ്ട്, അത് നിങ്ങളുടെ ആമാലുകളാണ്, ആഗ്രഹങ്ങളാണ്. നിങ്ങൾ ജീവിച്ചിട്ട് കൊതി തീരാതെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതാണ് ആഗ്രഹങ്ങൾ. ആരാണ് ആഗ്രഹം തീർത്തുനിന്ന് മരിക്കുന്നത്? 80 വയസ്സുള്ള ഉമ്മയോട് ചോദിക്കുകയാണ്, ഉപ്പയോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്റെ പേരക്കുട്ടിക്ക് ഒരു കുട്ടി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നായിരിക്കും അവർ പറയുന്ന ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഒരിക്കലും തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കെ നാളെ പാരത്രിക ലോകത്ത് എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം, അതിനെന്തെങ്കിലുമൊക്കെ നന്മകൾ ഈ ജീവിതത്തിന്റെ ഈ വൃത്തത്തിന്റെ ഉള്ളിൽ, ഈ ചതുരത്തിന്റെ ഉള്ളിൽ ഞാൻ ചെയ്തു തീർക്കണമെന്ന ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴാണോ വരുന്നത്, അപ്പോഴേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ നീട്ടിപ്പരത്തി പറയുന്നില്ല, നമ്മുടെ മഹല്ലുകള് ധാരാളം പണ്ഡിതന്മാർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താനും നിങ്ങളെ കൂട്ടിപ്പിടിക്കാനും തയ്യാറാണ്. പക്ഷേ അതിലേക്ക് നിങ്ങൾ എത്താതെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ചെവിയും കണ്ണുമൊക്കെ അത് കേൾക്കാനും കാണാനും വരാതെ നിങ്ങൾക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടതിന്റെ ഉദാഹരണം എന്തെന്നറിയുമോ? ഒരാളെ പോലെയാണ് ഞാൻ. അയാൾ പകല് നല്ല തണുപ്പത്ത് തീ കായുന്നതിന് വേണ്ടി, ചൂട് കൊള്ളുന്നതിന് വേണ്ടി കുറച്ച് തീ കത്തിച്ചു. അയാളുടെ ലക്ഷ്യം അതായിരുന്നു, തനിക്കൽപ്പം ചൂട് കായാനാണ്. പക്ഷേ ഈ തീയുടെ വെളിച്ചം കണ്ടിട്ട് ചുറ്റുവട്ടത്തു നിന്നും ധാരാളം പ്രാണികൾ വന്നിട്ട് ഈ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മനുഷ്യൻ തീ കെടുത്തിയിട്ട് ഇതിനെയൊക്കെ തട്ടി മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ പറവകൾ അത് അവഗണിച്ചുകൊണ്ട് ഈ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, വീണ് ചത്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന് വല്ലാത്ത വേദനയുണ്ടല്ലോ. അതുപോലെയാണ് എന്റെ കാര്യം. ഞാൻ നരകം കാണുന്നുണ്ട്, നരകത്തിലേക്ക് ആപതിക്കാൻ പോകുന്ന നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതൊക്കെ തെറ്റിലൂടെയാണ് നിങ്ങൾ നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ കാണുന്നു. ആ കാണുന്ന ആളുകളൊക്കെ നരകത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ തട്ടി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ചു മാറ്റുകയാണ്. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കുതറി നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യമാണ്. കുതറിപ്പോവുകയാണ്. വിളിച്ചാ വരില്ല, പറഞ്ഞാ വരില്ല, പറഞ്ഞാ കേൾക്കില്ല. അവർക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആ കരങ്ങളിൽ നിന്ന് നിങ്ങൾ കുതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നരകത്തിലേക്ക്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ കുറഞ്ഞ ആളുകളാണ് ഇവിടെയുള്ളത്. നിങ്ങൾ വീടുകളിൽ ചെല്ലണം, നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണത്തിന്റെ, ഹദീസ് വായനയുടെ, ഇസ്ലാമിക ദിക്ർ ദുആകളുടെ, നന്മയുടെ വാതായനങ്ങളാണോ തുറന്നു വെച്ചിരിക്കുന്നത്? അതല്ല. മഗ്രിബ് ഇശാഇന്റെ ഇടകളിൽ ആണിന് പെണ്ണിന് മക്കൾക്ക് സിനിമയുടെ പാട്ടുകളും സീരിയലിന്റെ ചർച്ചകളും അങ്ങനെ 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 അനാവശ്യങ്ങളാണോ നമ്മളുടെ വീടുകളുടെ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ, ഇശായ്ക്ക് ശേഷം കിടന്നുറങ്ങുന്നതിനിടയിൽ, സുബ്ഹി നമസ്കാരത്തിന് ശേഷം അങ്ങനെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന
ഇടവേളകളിലൊക്കെ നമ്മുടെ വീടകങ്ങളിൽ അരങ്ങ് തകർക്കുന്നത് എന്താണെന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുന്നത് ഏത് വിദ്യാഭ്യാസമാണ്? ഉമ്മയും വാപ്പയും, ഏട്ടനും ഏട്ടത്തിയും, ഉമ്മുമ്മയും ഉപ്പുപ്പയും അവർ ടിവിക്ക് മുന്നിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ എന്താണ് കാണുന്നതെന്ന് ചിന്തിക്കുന്ന മക്കളാണ്. അവരോട് നിങ്ങൾ സിനിമ കാണുമ്പോൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ അവർക്ക് നമസ്കരിക്കാൻ സാധ്യമാവുകയില്ല. നിങ്ങൾ സീരിയൽ കാണുമ്പോൾ അവരോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ അവർക്ക് നമസ്കരിക്കാൻ സാധ്യമാവുകയില്ല. നിങ്ങളാണ് അവർക്ക് വഴികാട്ടി. അതുകൊണ്ട് നമുക്കൊന്ന് മാറേണ്ടതുണ്ട്. മാറാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരാൻ മാത്രമേ പ്രബോധകർക്കും പണ്ഡിതന്മാർക്കും സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ വരിൻ, കൂട്ടായിട്ട് ചിന്തിക്കാം, കൂട്ടായിട്ട് നമുക്ക് ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.